ഈ വാട്സാപ്പ് സന്ദേശം കാണുക. ഒക്ടോബർ 25 വൈകുന്നേരം 7:30 തിരുവനന്തപുരം കോവളത്തെ താജ് ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ ദീപാവലി പാർട്ടി നടത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള IAS, IPS, IFS ഉദ്യോഗസ്ഥർ പാർട്ടിയിൽ പങ്കെടുക്കുമെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. എന്നാൽ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തിയാൽ ഒന്ന് വ്യക്തമാകും: കോവളത്ത് നടന്നത് DJ മദ്യ പാർട്ടിയെന്ന്. പാർട്ടിയിൽ ഭക്ഷണത്തോടൊപ്പം മദ്യവും വിളമ്പുമെന്ന് ഉദ്യോഗസ്ഥരെ ക്ഷണിച്ചുകൊണ്ടുള്ള സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. നടക്കുന്നത് DJ പാർട്ടിയാണെന്നും സന്ദേശത്തിൽ പറയുന്നു. ഇതോടെ ഒന്ന് വ്യക്തമാകുന്നു: കടൽക്കരയിലെ മദ്യപാർട്ടി ചീഫ് സെക്രട്ടറിയുടെ പൂർണ്ണ അറിവോടെയാണ് ആസൂത്രണം ചെയ്തത്. സർക്കാർ മദ്യനിരോധനം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് IAS ഉദ്യോഗസ്ഥർ മദ്യപാർട്ടി സംഘടിപ്പിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന പാർട്ടിയിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് മദ്യം വിളമ്പിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. ഇനിയെങ്കിലും നിയമലംഘകർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ? G. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.